ഹലോ, വെൽക്കം ടു ഹംപി. നമ്മൾ 2 ദിവസം ഹംപിയിലുണ്ടായിരുന്നു. കോഴിക്കോട് നിന്നാണ് ഹംപിയിലേക്ക് വന്നത്. കോഴിക്കോട് നിന്ന് എങ്ങനെ ഹംപിയിലെത്താം, ഹംപിയിൽ വന്നാൽ എവിടെ സ്റ്റേ ചെയ്യാം, 2 ദിവസം കൊണ്ട് എവിടെയൊക്കെ പോകാം, എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണിത്. അപ്പോൾ ഹംപിയിലേക്ക് യാത്ര പ്ലാൻ ചെയ്യുന്നവർക്കും ഹംപി ഇഷ്ടമുള്ളവർക്കും ട്രാവൽ ഇഷ്ടപ്പെടുന്നവർക്കും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഫസ്റ്റ് നമ്മൾ ഒരുപാട് പ്ലേസസ് കവർ ചെയ്തിട്ടുണ്ട്. മാർച്ച് 28-നായിരുന്നു നമ്മുടെ ഹംപി യാത്ര. അപ്പോൾ വീഡിയോ കണ്ടു നോക്കാം. കമോൺ. മാർച്ച് 28-ന് കോഴിക്കോട് നിന്നാണ് നമ്മുടെ ഹംപി യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്ന് മൈസൂരിലേക്കാണ് ആദ്യം പോകുന്നത്. കോഴിക്കോട് നിന്നും ബാംഗ്ലൂരിലേക്ക് ഒരുപാട് KSRTC ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. ഈ ബസ്സിൽ വന്നാൽ നമുക്ക് മൈസൂർ ഇറങ്ങാം. കോഴിക്കോട് നിന്ന് രാവിലെ 7 മണിക്ക് ബാംഗ്ലൂരിലേക്ക് പോകുന്ന KSRTC ബസ്സിലാണ് നമ്മൾ കയറിയത്. ഏകദേശം ഒരു 6-6.5 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം മൈസൂരിലെത്തി. മൈസൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് മൈസൂർ റെയിൽവേ സ്റ്റേഷൻ വന്നു. ഇവിടെ നിന്ന് നമുക്കിനി യശ്വന്ത്പൂരിലേക്കാണ് പോകേണ്ടത്. മൈസൂരിൽ നിന്ന് ആഫ്റ്റർനൂൺ 3:30 എടുക്കുന്ന ഗോൾ ഗുംബസ് എക്സ്പ്രസിൽ കയറിയിട്ടുണ്ട്. 3 മണിക്കൂർ യാത്രയാണ് യശ്വന്ത്പൂരിലേക്കുള്ളത്. ഇപ്പോൾ യശ്വന്ത്പൂർ എത്തിയിട്ടുണ്ട്. ഇത് യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ നിന്ന് നമുക്കിനി ഹോസ്പിറ്റലിലേക്ക് പോകണം. രാത്രി 9:30 യശ്വന്ത്പൂർ ബീജാപൂർ എക്സ്പ്രസിൽ കയറി രാവിലെ 5:50 ഹോസ്പിറ്റലിൽ എത്തുന്ന ട്രെയിനാണ്. ഇപ്പോൾ 6 മണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി. ഹംപിയിലേക്ക് ട്രെയിനിൽ വരുമ്പോൾ നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ഹോസ്പേട്ട് ജംഗ്ഷൻ ആണ്. ഇവിടെ നിന്ന് ഹംപിയിലേക്ക് നമുക്കിനി ബസ്സിലാണ് പോകേണ്ടത്. ഏകദേശം 13 കിലോമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ബസ് സ്റ്റാൻഡിലേക്ക് പോകണം. സ്റ്റേഷന് പുറത്ത് നിന്ന് ഓട്ടോ അവൈലബിൾ ആണ്. 1.5 കിലോമീറ്റേഴ്സ് ആണ് ബസ് സ്റ്റാൻഡിലേക്കുള്ള ദൂരം. അപ്പോൾ നമ്മളിതാ ബസ് സ്റ്റാൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 60 റുപ്പീസാണ് ഓട്ടോ ചാർജ് വരുന്നത്. അങ്ങനെ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. JSW വിജയനഗർ ബസ് ടെർമിനൽ ഹോസ്പേട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാൻഡിനകത്തേക്ക് കയറാം. സ്റ്റാൻഡിനകത്തേക്ക് വന്നു. കുറച്ച് തിരക്കുണ്ട്. ആളുകളൊക്കെ നിലത്തൊക്കെ ഇരിക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലേക്കുള്ള ബസ്സുകൾ നിർത്തിയിട്ടിട്ടുണ്ട്. ഹംപിയിലേക്കുള്ള ബസ് ഇതുവരെ വന്നിട്ടില്ല. കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. അങ്ങനെ ഹംപിയിലേക്കുള്ള ബസ് വന്നു. ഇതാണ് ഹംപിയിലേക്കുള്ള ബസ്. റെഡ് കളറാണ് ബസ്സുകളൊക്കെ. അതുപോലെ കന്നഡയിലാണ് ബോർഡൊക്കെ എഴുതി. നമ്മൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ കുറച്ച് പേരോട് ചോദിച്ചു. പിന്നെ ഇൻഫർമേഷൻ സെന്ററിലും ചോദിച്ചു ഹംപിയിലേക്കുള്ള ബസ് ഡീറ്റെയിൽസ് ഒക്കെ. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഇവിടെ ഒന്ന് അന്വേഷിച്ചാൽ മതി. ബസ് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരും. ബസ്സിൽ കയറി. അധികം തിരക്കൊന്നുമില്ല. സീറ്റൊക്കെ ഉണ്ട്. ടിക്കറ്റ് എടുത്തു. 20 റുപ്പീസാണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത്. ഹോസ്പേട്ടിൽ നിന്ന് ഹംപിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ ഹംപിയിൽ എത്തുന്ന രീതിയിലായിരുന്നു നമ്മൾ യാത്ര പ്ലാൻ ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് 9:30 യശ്വന്ത്പൂരിൽ നിന്നുള്ള യശ്വന്ത്പൂർ വിജയപുര എക്സ്പ്രസിൽ വന്നത്. യാത്രയുടെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ സ്ലീപ്പർ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. രാത്രി ട്രെയിനിൽ ഇറങ്ങി രാവിലെ ആയപ്പോഴേക്കും ഹോസ്പേട്ട് എത്തി. യശ്വന്ത്പൂരിൽ നിന്ന് ഏകദേശം 8.5 മണിക്കൂർ ജേണി ഉണ്ട് ഹോസ്പേട്ടിലേക്ക്. ഹംപിയിലേക്കുള്ള ഈ ഒരു ബസ് യാത്രയിൽ ഒരുപാട് ഗ്രാമീണ കാഴ്ചകൾ കാണാനായിട്ട് കഴിയും. വയലുകളും കൃഷിയും അമ്പലങ്ങളും വീടുകളും അതെല്ലാം കണ്ട് നമ്മളിതാ ഹംപിയിൽ എത്താറായിട്ടുണ്ട്. ഹംപിയിലെത്തി. ബസ് ഇതാ പാർക്കിംഗ് ഏരിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് നിന്ന് ഹംപിയിലേക്ക് ഒരു ദിവസത്തെ യാത്രയുണ്ട്. കോഴിക്കോട് ടു മൈസൂർ, മൈസൂർ ടു യശ്വന്ത്പൂർ, യശ്വന്ത്പൂർ ടു ഹോസ്പേട്ട് ആൻഡ് ഹോസ്പേട്ട് ടു ഹംപി. ഫൈനലി നമ്മളിതാ ഹംപിയിലെത്തി. ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ സ്റ്റേ ചെയ്യാൻ റൂം വേണോ, ട്രാവൽ ചെയ്യാൻ ഓട്ടോ വേണോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേര് വന്നു. അപ്പോൾ നമ്മളിപ്പോൾ ബസ്സിൽ നിന്ന് ഇറങ്ങി ആദ്യം സ്റ്റേ നോക്കണം. എന്നിട്ടൊന്ന് ഫ്രഷപ്പ് ആയി ലഗേജൊക്കെ അവിടെ വെച്ചിട്ട് വേണം നമുക്ക് ഹംപി എക്സ്പ്ലോർ ചെയ്യാൻ പോകാൻ. ബസ്സിറങ്ങി നമ്മളിപ്പോൾ മുന്നിലേക്ക് നടക്കുകയാണ്. ഇവിടെ തന്നെയാണ് ഹംപിയിലെ ഫേമസ് വിരൂപാക്ഷ ക്ഷേത്രം ഉള്ളത്. ബസ്സിറങ്ങി മുന്നോട്ടേക്ക് വരുമ്പോൾ നമുക്ക് ഈ ക്ഷേത്രം കാണാം. ക്ഷേത്രത്തിന്റെ വലതുവശത്തേക്ക് ഒരു റോഡ് പോകുന്നുണ്ട്. അതിൽ വന്നാൽ നമുക്ക് ഒരുപാട് റൂമുകളും ഹോം സ്റ്റേകളും ഒക്കെ കാണാനായിട്ട് കഴിയും. ഹംപിയിലെ ആളുകളൊക്കെ താമസിക്കുന്നത് ഇവിടെയാണ്. അവർ നടത്തുന്നതാണ് ഈ ഒരു ഹോം സ്റ്റേസ് ഒക്കെ. നമ്മൾ ബസ് ഇറങ്ങിയ സമയത്ത് ഒരു ഓട്ടോ ചേട്ടനെ പരിചയപ്പെട്ടു. അപ്പോൾ അവർ ഹോം സ്റ്റേ നടത്തുന്നുണ്ട്, റൂംസ് അവൈലബിൾ ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിത് റൂം നോക്കാനായിട്ട് പോവാണ്. ഇതാണ് ആള്. ഹോളി കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാണ് നമ്മൾ ഹംപിയിൽ എത്തുന്നത്. അപ്പോൾ ആ ഒരു ഹോളി സെലിബ്രേഷൻ്റെ കളേഴ്സൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഹോളി ഭയങ്കര സെലിബ്രേഷൻ ആയിരുന്നു ഇവിടെ എന്ന് അവർ പറഞ്ഞു. റൂമിനടുത്ത് എത്തിയിട്ടുണ്ട്. നമുക്കിനി റൂമൊക്കെ ഒന്ന് കാണണം. ഒരു ദിവസം മാത്രമാണ് നമ്മളിവിടെ സ്റ്റേ ചെയ്യുന്നത്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നോർമൽ റൂമാണ് നമ്മൾ നോക്കുന്നത്. ഇവർ രണ്ടുപേരും ഇവിടെ ഉള്ളതാണ്. വേദു ആൻഡ് മെതു ആണ്. അവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു.
റൂം ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള നല്ലൊരു റൂമാണ്. കൂടാതെ ഇതിനടുത്ത് വേറെയും ഒരുപാട് റൂമുകളുണ്ട്. AC, non-AC ഒക്കെ അവൈലബിൾ ആണ്. നമ്മൾ ആദ്യം ഇവിടെ വന്നു ഈ റൂം തന്നെയാണ് സെലക്ട് ചെയ്തത്. ലഗേജൊക്കെ ഉള്ളത് കൊണ്ട് കൂടുതൽ സെർച്ച് ചെയ്യാൻ പോയിട്ടില്ല. ഇനി ലഗേജൊക്കെ ഇവിടെ വെച്ച് ഒന്ന് ഫ്രഷപ്പായി വേഗം തന്നെ ഹംപി എക്സ്പ്ലോർ ചെയ്യാൻ പോകണം. കുറച്ചു നേരം ഞാൻ അവരുടെ അടുത്തിരുന്നു. ലാംഗ്വേജ് ഒന്നും അറിയില്ലെങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. യാത്രകളിൽ ചില സമയങ്ങളിൽ ലാംഗ്വേജ് ഒരു പ്രശ്നമായിട്ട് തോന്നില്ല. എന്നാൽ ലാംഗ്വേജ് അറിയുന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിരിക്കും. റൂമൊക്കെ എടുത്തു, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഇനി നമ്മൾ ഹംപി എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോവാണ്. ആദ്യം തന്നെ നമ്മൾ വിരൂപാക്ഷ ടെമ്പിളിലേക്കാണ് പോകുന്നത്. നടന്നു പോകാനുള്ള ദൂരമാണുള്ളത്. ഇതൊരു ശിവ ടെമ്പിളാണ്. നമ്മളിത് അകത്തേക്ക് കയറാണ്. തുംഗഭദ്ര നദിയുടെ തീരത്താണ് വിരൂപാക്ഷ ടെമ്പിൾ ഉള്ളത്. നമ്മളിപ്പോൾ അകത്ത് എത്തിയിട്ടുണ്ട്. ഈ ഒരു ഗോപുരത്തിനുള്ളിലൂടെയാണ് ഇവിടേക്ക് വന്നത്. AD 7-ാം നൂറ്റാണ്ടിലാണ് ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത്. ദ്രാവിഡ വാസ്തുവിദ്യയിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. 11-ാം നൂറ്റാണ്ടിലാണ് ക്ഷേത്രത്തിന്റെ കൊത്തുപണികൾ പൂർത്തിയാക്കിയത് എന്നും വിശ്വസിക്കപ്പെടുന്നു. ക്ഷേത്രത്തിനകത്ത് എത്തിയപ്പോൾ തന്നെ ലക്ഷ്മി ഉണ്ടായിരുന്നു. ലക്ഷ്മി ഈ ആനയുടെ പേരാണ്. ആള് ഭയങ്കര സൈലന്റ് ആണ്. ഒരുപാട് പേര് അനുഗ്രഹമൊക്കെ വാങ്ങിക്കുന്നുണ്ട്. നമ്മൾ പൈസ കൊടുക്കുന്ന സമയത്ത് അത് വാങ്ങി പാപ്പാന് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നത്. ലക്ഷ്മിയെ കുറച്ചു നേരം നോക്കി നിന്നു. അത് കഴിഞ്ഞ് അകത്തേക്ക് വന്നു. ഇവിടെ ഒരുപാട് തൂണുകളും അതിനു മുകളിലായി ഒരുപാട് കൊത്തുപണികളും കാണാനായിട്ട് സാധിക്കും. ചരിത്രപരമായി ഏറെ പ്രാധാന്യമുള്ള സ്ഥലമാണ് ഹംപി. പഴയ വിജയനഗരമാണ് പിന്നീട് ഹംപിയായി മാറിയത്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സ്ഥലമാണ് ഹംപി. ഇതിലേക്ക് നടക്കുന്ന സമയത്ത് നമ്മൾ വന്നിട്ടുള്ള ആ ഒരു മെയിൻ ഗോപുരവും അത് കഴിഞ്ഞ് വരുന്ന ചെറിയ ഗോപുരവും കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വലതുവശത്ത് തൂണുകളും അതിനു മുകളിലെ കൊത്തുപണികളും കാണാം. ഈ ഒരു ചുമരിന് മുകളിലായിട്ട് എംബേഴ്സ് ഓഫ് വിജയനഗര ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റോയൽ എംബ്ലവും കാണാം. ക്ഷേത്രത്തിന് പുറത്തു വന്നു. ഇവിടെ ക്ഷേത്രത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഈ ഒരു കുളമുണ്ട്. അത്യാവശ്യം വലുതാണ്. കുളത്തിന് ചുറ്റും കരിങ്കൽ പടവുകളാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോഴും നമുക്ക് മെയിൻ ഗോപുരം കാണാനായിട്ട് സാധിക്കും. ഏകദേശം 50 അടിയാണ് ഈ ഒരു ഗോപുരത്തിന്റെ ഉയരം. കൃഷ്ണദേവരായരുടെ കാലത്ത് പണി കഴിപ്പിച്ചതാണ്. 1510 അറ്റകുറ്റപ്പണികൾ ചെയ്തതായി രേഖകളുണ്ട്. അതുപോലെ തന്നെ വിരൂപാക്ഷ ക്ഷേത്രം പമ്പാപതി ക്ഷേത്രം എന്നും അറിയപ്പെടുന്നുണ്ട്. ഇപ്പൊ നമ്മൾ തുംഗഭദ്രയുടെ തീരത്ത് വന്നതാണ്. നാളെ നമ്മൾ ഈ റിവർ ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. വിരൂപാക്ഷ ടെമ്പിളൊക്കെ കണ്ടു. ഇനി നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോവാണ്. ഓട്ടോയിലാണ് പോകുന്നത്. ഇന്ന് ഫുൾ ഡേ ഈ ഒരു ഓട്ടോയിലാണ് നമ്മുടെ യാത്ര. 3 പേർക്ക് ഒരു ദിവസത്തേക്ക് 1100 രൂപയാണ് ഓട്ടോ ചാർജ്. ഹംപിയിലെ നമ്മുടെ സെക്കൻഡ് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്, കൃഷ്ണ ടെമ്പിൾ. അപ്പോൾ നമ്മളിനി കൃഷ്ണ ടെമ്പിൾ കാണാനാണ് പോകുന്നത്. കൃഷ്ണ ടെമ്പിളിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ പുഷ്കരണി ആൻഡ് കൃഷ്ണ ബസാറാണ്. ക്ഷേത്രത്തിനകത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ കയറി വരുമ്പോഴുള്ള ഒരു വ്യൂ. ഒഡീഷയിലെ ഗജപതി ഭരണാധികാരികളെ കീഴടക്കിയത് ആഘോഷിക്കുന്നതിനായി കൃഷ്ണദേവരായർ 1515 നിർമ്മിച്ചതാണ് കൃഷ്ണ ടെമ്പിൾ. ഈ ഒരു ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന പ്രധാന വിഗ്രഹം ബാലകൃഷ്ണന്റെ രൂപമായിരുന്നു. അതായത് ശ്രീകൃഷ്ണൻ ശിശുവായിരിക്കുമ്പോഴുള്ള രൂപം. പക്ഷേ വിഗ്രഹമൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല. അത് ചെന്നൈയിലെ സ്റ്റേറ്റ് മ്യൂസിയത്തിലാണുള്ളത്. ക്ഷേത്രത്തിലെ തൂണുകളിലും പ്രവേശന കവാടങ്ങളിലുമെല്ലാം മനോഹരമായ കൊത്തുപണികൾ കാണാം. മഹാവിഷ്ണുവിന്റെ 10 അവതാരങ്ങളുടെ കൊത്തുപണികൾ ക്ഷേത്രത്തിലുണ്ട്. ഇവിടെ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ റോഡും അതുപോലെ തന്നെ മറ്റൊരു കവാടവും കാണാനായിട്ട് കഴിയും. ക്ഷേത്രത്തിനകത്തെ കൊത്തുപണികളൊക്കെ കണ്ട് നമ്മൾ ഇതിലെങ്ങനെ നടക്കുകയാണ്. കൃഷ്ണ ടെമ്പിളിൽ എൻട്രി ഫീ ഇല്ല. അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി ഒക്കെ അലൗഡ് ആണ്. കൃഷ്ണദേവരായർ ഒഡീഷ കീഴടക്കിയതിനെ കുറിച്ചുള്ള പുരാതനമായ വിവരണം കൊടുത്തിട്ടുള്ള ശിലയും ഇവിടെയുണ്ട്. കൂടാതെ സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണത്തെക്കുറിച്ചുള്ള കൊത്തുപണികളും ക്ഷേത്രത്തിലുണ്ട്. ഇവിടെയുള്ള മണ്ഡപങ്ങളൊക്കെ പണ്ട് കാലത്ത് തീർത്ഥാടകരൊക്കെ ഭക്ഷണം കഴിക്കുന്നതിനും റെസ്റ്റ് ചെയ്യുന്നതിനുമായി ഉപയോഗിച്ചിരുന്നതാണ്. ഹംപിയിൽ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് കൃഷ്ണ ടെമ്പിൾ. വിരൂപാക്ഷ ടെമ്പിളിന് അടുത്താണ് ഈ ഒരു കൃഷ്ണ ടെമ്പിൾ ഉള്ളത്. അപ്പം നമ്മൾ കൃഷ്ണ ടെമ്പിൾ കണ്ടു. ഇനി അടുത്ത ലൊക്കേഷനിലേക്ക് പോവാണ്. അടുത്ത ലൊക്കേഷനിലെത്തി. ഇവിടെ നമുക്ക് 2 കാര്യങ്ങളാണ് കാണാനുള്ളത്. ലക്ഷ്മി നരസിംഹ ക്ഷേത്രവും ബഡാവിലിംഗ ക്ഷേത്രവും. ഇതാണ് ബഡാവിലിംഗ ക്ഷേത്രം. ഇവിടുത്തെ പ്രത്യേകത ഈ ഒരു ശിവലിംഗം തന്നെയാണ്. ഇത് ഭയങ്കര വലുതാണ്. വീഡിയോയിൽ നമുക്കങ്ങനെ മനസ്സിലാവില്ല. ഇതൊരു മോണോലിത്തിക് സ്ട്രക്ചറാണ്. അതായത് ഒറ്റക്കല്ല് നിർമ്മിച്ചിട്ടുള്ളതാണ് ഈ ഒരു ശിവലിംഗം. ഇതിന് താഴെ മൊത്തം വെള്ളമാണ്. അതുപോലെ തന്നെ ഇതിന് മേൽക്കൂര ഒന്നുമില്ല. ഡയറക്റ്റ് സൺലൈറ്റ് ഇതിന് മേലെ പതിക്കുന്ന രീതിയിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. 3 മീറ്റർ ആണ് ഈ ഒരു ശിവലിംഗത്തിന്റെ ഉയരം വരുന്നത്.
അടുത്തത് ലക്ഷ്മി നരസിംഹ ടെമ്പിൾ ആണ്. ബഡാവിലിംഗ ടെമ്പിളിന് തൊട്ടടുത്ത് തന്നെയാണ് ഇതും ഒരു മോണോലിത്തിക് സ്ട്രക്ചർ ആണ്. ഇതും അത്യാവശ്യം നല്ല വലുതാണ്. വീഡിയോയിൽ നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാവില്ല. അവിടെ നിന്ന് നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോവാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സിസ്റ്റേഴ്സ് റോക്കാണ്. നമ്മൾ പോകുന്ന സമയത്ത് ഡ്രൈവർ ചേട്ടൻ വണ്ടി നിർത്തി കാണിച്ചു തന്നതാണ്. 2 വലിയ പാറകളാണ്. അത് രണ്ടും അടുത്തടുത്ത് നിൽക്കുകയാണ്. പോകുന്ന സമയത്ത് ഡ്രൈവർ ചേട്ടൻ കാട്ടിത്തന്നതാണ്. നമ്മൾ പുറത്തിറങ്ങിയിട്ടില്ല, വണ്ടിയിൽ നിന്ന് തന്നെ നോക്കി കാണാണ്. സിസ്റ്റേഴ്സ് റോക്ക് കണ്ടു. നമ്മളത് നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് പോവാണ്. നമ്മുടെ അടുത്ത ലൊക്കേഷൻ ശിവ ടെമ്പിൾ ആണ്. നമ്മളിത് ഇവിടെ എത്തിയിട്ടുണ്ട്. അണ്ടർഗ്രൗണ്ട് ശിവ ടെമ്പിൾ, അതായത് ഭൂമിക്കടിയിലെ ശിവക്ഷേത്രമാണിത്. തറനിരപ്പിൽ നിന്നും താഴ്ന്ന് ഭൂമിക്കടിയിലായി നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നതിനാലാണ് ഭൂമിക്കടിയിലെ ശിവക്ഷേത്രം എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമ്മളിത് താഴെ എത്തിയിട്ടുണ്ട്. ഇവിടെ വലിയൊരു ഗോപുരമുണ്ട്. ഇനി ഇതിനുള്ളിലൂടെയാണ് നമ്മൾ അപ്പുറത്തേക്ക് പോകുന്നത്. അത് കഴിഞ്ഞ് മറ്റൊരു ചെറിയ ഗോപുരമുണ്ട്. അതും കഴിഞ്ഞ് നമ്മൾ താഴേക്ക് ഇറങ്ങണം. 14ാം നൂറ്റാണ്ടിൽ വിജയനഗര സാമ്രാജ്യത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിലാണ് ഈ ക്ഷേത്രം ഉണ്ടാക്കിയത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. 1980കളിൽ ഈ ഒരു ക്ഷേത്രം കണ്ടെത്തുന്നതിന് മുൻപ് ഏകദേശം 400 വർഷത്തിലേറെ ഇത് മണ്ണിനടിയിലായിരുന്നു. അതുപോലെ തന്നെ വിജയനഗര ഭരണാധികാരി കൃഷ്ണദേവരായർ ഈ ഒരു ക്ഷേത്രത്തിന് വേണ്ടി ധാരാളം സംഭാവനകൾ നൽകിയതായും വിശ്വസിക്കപ്പെടുന്നു. ക്ഷേത്രം താഴ്ന്നു നിൽക്കുന്നതായതുകൊണ്ട് തന്നെ ഇവിടുത്തെ ശ്രീകോവിലൊക്കെ വർഷത്തിൽ കൂടുതൽ സമയവും വെള്ളത്തിലായിരിക്കും. പക്ഷെ നമ്മൾ വന്ന സമയത്ത് വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. അകത്തേക്ക് കയറിയ സമയത്ത് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. പക്ഷെ അതിനകത്ത് എനിക്ക് അധിക സമയം നിൽക്കാൻ പറ്റിയില്ല, കാരണം ഒരുപാട് വവ്വാലുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വന്നു. ശിവ ടെമ്പിൾ കണ്ടു. നമ്മളിത് അടുത്ത ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ലോട്ടസ് മഹൽ, എലഫന്റ് സ്റ്റേബിളൊക്കെയാണ് കാണാനുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും കണ്ടു നോക്കാം. നമ്മളിങ്ങോട്ട് കയറിയ സമയത്ത് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു കൊന്നമരം ഉണ്ടായിരുന്നു. അത് ഫുൾ പൂക്കളായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അത് കാണാൻ. ഇപ്പം നമ്മൾ ലോട്ടസ് മഹലിനടുത്ത് എത്തിയിട്ടുണ്ട്. ലോട്ടസ് മഹലിന്റെ മറ്റു പേരുകളാണ് കമൽ മഹൽ അല്ലെങ്കിൽ ചിത്രാംഗിനി മഹൽ. ഈ ഒരു സ്ഥലത്തെ മൊത്തത്തിൽ സെനാന എൻക്ലോഷർ എന്നാണ് കേട്ടോ പറയുന്നത്. അതായത് ലോട്ടസ് മഹൽ പോലെ ക്യൂൻസ് പാലസ് ബേസ്മെന്റ്, വാട്ടർ പവലിയൻ, ട്രഷറി ബിൽഡിംഗ്, വാച്ച് ടവറുകൾ തുടങ്ങി മറ്റ് സ്ട്രക്ചേഴ്സും ഈ ഒരു സെനാന എൻക്ലോഷറിൽ ഉൾപ്പെട്ടതാണ്. ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈലിലാണ് സെനാന എൻക്ലോഷറിലുള്ള ഓരോ സ്ട്രക്ചേഴ്സും രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ കണ്ടത് ക്യൂൻസ് പാലസ് ബേസ്മെന്റ് ആണ്. അത് കഴിഞ്ഞ് നടന്നു വരുന്ന സമയത്ത് വലതുവശത്ത് കാണുന്നതാണ് ലോട്ടസ് മഹൽ. സെനാന എൻക്ലോഷറിലെ മെയിൻ അട്രാക്ഷൻ ലോട്ടസ് മഹൽ തന്നെയാണ്. പ്രധാനമായും രാജകുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് കൂടിച്ചേരുന്നതിനും വിനോദ പരിപാടികൾ ആസ്വദിക്കാനൊക്കെ ആയിട്ട് രൂപകൽപ്പന ചെയ്തതാണ് ലോട്ടസ് മഹൽ. 2 നിലകളാണ് കൊട്ടാരത്തിനുള്ളത്. കൊട്ടാരത്തിന് ചുറ്റും മതിലുകളും ടവറുകളും ഉണ്ട്. ഹംപി ആക്രമിക്കപ്പെട്ടപ്പോൾ കാര്യമായ കേടുപാടുകൾ സംഭവിക്കാത്ത ചുരുക്കം ചില നിർമ്മിതികളിൽ ഒന്നാണിത്. ലോട്ടസ് മഹലിനകത്തേക്ക് കയറാൻ സമ്മതിക്കില്ല. പുറത്തുനിന്ന് ഫോട്ടോസും വീഡിയോസും എടുക്കാം. ലോട്ടസ് മഹൽ കണ്ട് മുന്നോട്ടേക്ക് വരുമ്പോൾ നമുക്ക് എലിഫന്റ് സ്റ്റേബിൾ കാണാനായിട്ട് കഴിയും. ഇതാണ് എലിഫന്റ് സ്റ്റേബിൾ. 15ാം നൂറ്റാണ്ടിൽ വിജയനഗര സാമ്രാജ്യത്തിന്റെ ഭരണകാലത്താണ് എലിഫന്റ് സ്റ്റേബിൾ, അതായത് ആനപ്പന്തി നിർമ്മിച്ചത്. അന്ന് വിജയനഗര സാമ്രാജ്യത്തിലെ രാജകീയ ആനകളെ പാർപ്പിക്കാനാണ് ഇത് നിർമ്മിച്ചത്. എലിഫന്റ് സ്റ്റേബിളും ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചറിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇപ്പം നമ്മൾ എലിഫന്റ് സ്റ്റേബിളിനകത്തേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് കയറി കാഴ്ചകൾ കാണാനായിട്ട് സാധിക്കും. ഇവിടെ നിലത്തൊക്കെ കരിങ്കല്ലുകൾ പതിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചുമരുകളിലും കരിങ്കല്ലുകൾ പതിച്ചത് കാണാം. ഒരു റൂമിൽ നിന്ന് മറ്റു റൂമിലേക്ക് പോകാൻ ഇതുപോലുള്ള ഒരു വഴിയാണുള്ളത്. അവിടെ നിന്ന് നമ്മളിപ്പോൾ മഹാനവമി ഡിബയിൽ വന്നിരിക്കുകയാണ്. മഹാനവമി ഡിബ അഥവാ ദസറ ഡിബ എന്നും പറയാം. AD 1513 കൃഷ്ണദേവരായ രാജാവാണ് മഹാനവമി ഡിബ നിർമ്മിച്ചത്. ഈ ഒരു പ്ലാറ്റ്ഫോമിന് മുകളിൽ ഇരുന്നു കൊണ്ടാണ് രാജാവ് അന്നത്തെ ഫെസ്റ്റിവൽസും കൾച്ചറൽ എന്റർടൈൻമെന്റ്സും മറ്റ് പ്രോഗ്രാമുകളും കണ്ടിരുന്നത്. മഹാനവമി ഡിബ കണ്ടു. നമ്മളിനി അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ്.
ഇപ്പോൾ നമ്മൾ ക്യൂൻസ് ബാത്തിൽ എത്തിയിട്ടുണ്ട്. വിജയനഗരത്തിലെ രാജകുടുംബത്തിലെ സ്ത്രീകൾക്ക് വേണ്ടി നിർമ്മിച്ചതാണ് ക്യൂൻസ് ബാത്ത്. പേര് പോലെ തന്നെ രാജ്ഞിമാർക്കൊക്കെ കുളിക്കാനായിട്ട് ആ ഒരു കാലഘട്ടത്തിൽ നിർമ്മിച്ചതാണിത്. ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യയിലാണ് ഇതും നിർമ്മിച്ചിട്ടുള്ളത്. ഏകദേശം 500 വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു നിർമ്മിതിയാണിത്. ഹംപിയിലെ ഓരോ സ്ഥലങ്ങളും വിജയനഗര സാമ്രാജ്യത്തിന്റെ കാലത്ത് നിലനിന്നിരുന്ന വാസ്തുവിദ്യാ മികവിന് ഉദാഹരണങ്ങളാണ്. ക്യൂൻസ് ബാത്തിൽ എത്തുന്ന സമയത്തും നമുക്ക് അത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെയൊന്നും നമുക്ക് എൻട്രി ഫീ ആവശ്യമില്ല. അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി ഒക്കെ അലൗഡ് ആണ്. നമുക്കിനി ക്യൂൻസ് ബാത്തിനകത്തേക്ക് കയറാം. ഇപ്പം നമ്മൾ അകത്ത് വന്നിട്ടുണ്ട്. ഇതാണ് ക്യൂൻസ് ബാത്തിന്റെ ഉള്ളിൽ നിന്നുള്ള ഒരു വ്യൂ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇതിന്റെ മധ്യഭാഗത്ത് ഒരു കുളത്തിന്റെ സ്ട്രക്ചറാണ്. ഏകദേശം 1.8 മീറ്റർ ആഴമുണ്ട് ഇതിന്. ഇത്ര ഹൈറ്റിൽ വെള്ളം സൂക്ഷിക്കാനുള്ള കപ്പാസിറ്റി ഇതിനുണ്ടായിരുന്നു. അതുപോലെ തന്നെ തൂണുകളുള്ള കമാനാകൃതിയിലുള്ള മനോഹരമായ ഇടനാഴികളാണ് ഇവിടെ ഉള്ളത്. കൂടാതെ ഒരുപാട് ജനാലകളോടുകൂടി അലങ്കരിച്ച ബാൽക്കണികളും നമുക്കിവിടെ കാണാം. ക്യൂൻസ് ബാത്ത് കണ്ടതിന് ശേഷം നമ്മൾ പോയി ലഞ്ച് കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ വിത്തല ടെമ്പിളിൽ വന്നിരിക്കുകയാണ്. എൻട്രൻസിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ദൂരമുണ്ട് വിത്തല ടെമ്പിളിലേക്ക്. ഇവിടെ ബാറ്ററി കാർ അവൈലബിൾ ആണ്. മാർച്ച് മാസം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വെയിലാണ്. അതുകൊണ്ട് നമ്മൾ ബാറ്ററി കാറിലാണ് പോകുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ 20 റുപ്പീസാണ് ഒരാൾക്ക് ബാറ്ററി കാറിന് ചാർജ് വരുന്നത്. പോകുന്ന വഴിയിൽ റോഡിന്റെ 2 വശവും ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിത്തല ബസാറാണ്. അന്നത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ബസാർ ആയിരുന്നു ഇത്. ഒരുപാട് കച്ചവടങ്ങളൊക്കെ നടന്നിരുന്ന സ്ഥലമാണിത്. ഇപ്പോൾ വിത്തല ടെമ്പിളിൽ എത്തിയിട്ടുണ്ട്. ഇനി അകത്തേക്ക് കയറാം. നമ്മളിപ്പോൾ അകത്തെത്തി. തുംഗഭദ്ര നദിയുടെ തീരത്താണ് വിത്തല ടെമ്പിൾ ഉള്ളത്. ഹംപിയിലെ ഏറ്റവും വലുതും പ്രശസ്തവുമായ നിർമ്മിതികളിൽ ഒന്നായി ഇവിടെ കണക്കാക്കപ്പെടുന്നു. 15-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ് വിത്തല ക്ഷേത്രം. നമ്മുടെ 50 രൂപ നോട്ടിലെ ശിലാരഥവും ആകർഷകമായ സംഗീത തൂണുകളും ഇവിടെയാണുള്ളത്. ഇതാണ് നമ്മുടെ 50 രൂപ നോട്ടിലുള്ള സ്റ്റോൺ ചാരിയറ്റ്, ശിലാരഥം. കൃഷ്ണദേവരായരുടെ കാലത്താണ് ഈ ഒരു കൽരഥം പണിതത്. ദേവരായ രാജവംശം ഒഡീഷ പിടിച്ചടക്കിയതിന്റെ സ്മരണയ്ക്കായിട്ടാണ് വിറ്റാല ക്ഷേത്രത്തിലെ കിഴക്കേ നടയിൽ കൊണാർക്കിലെ സൂര്യക്ഷേത്ര മാതൃകയിൽ കൽരഥം പണി കഴിപ്പിച്ചത്. വിറ്റാലദേവന്റെ വാഹനമായ ഗരുഡന്റെ ചെറിയ അമ്പലമാണ് രഥത്തിന്റെ മാതൃകയിൽ കൊത്തിയുണ്ടാക്കിയത്. വിജയനഗര സാമ്രാജ്യത്തിന്റെ ഭരണാധികാരികളിൽ ഒരാളായ ദേവരായ രണ്ടാമന്റെ കാലത്താണ് വിറ്റാല ടെമ്പിൾ നിർമ്മിച്ചത്. പിന്നീട് കൃഷ്ണദേവരായരുടെ കാലത്ത് ക്ഷേത്രത്തിന്റെ പല ഭാഗങ്ങളും വികസിപ്പിക്കുകയും ഒന്നുകൂടെ മെച്ചപ്പെടുത്തുകയും ചെയ്തു. വിത്തല ക്ഷേത്രം വിജയവിത്തല ക്ഷേത്രം എന്നും അറിയപ്പെടുന്നുണ്ട്. മഹാവിഷ്ണുവിന്റെ അവതാരമായ വിറ്റലാദേവനാണ് ക്ഷേത്രം സമർപ്പിച്ചിരിക്കുന്നത്. പണ്ട് കാലങ്ങളിലെ ശില്പികളുടെയൊക്കെ അപാരമായ കഴിവിനെ സൂചിപ്പിക്കുന്നതാണ് ഹംപിയിലെ ഓരോ സ്ഥലങ്ങളും. വിറ്റല ടെമ്പിളിൽ വരുമ്പോഴും നമുക്ക് അത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദ്രാവിഡ വാസ്തുവിദ്യാ ശൈലിയിലാണ് വിത്തല ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഹംപിയിലെ മ്യൂസിക്കൽ പില്ലേഴ്സ് ഫേമസ് ആണ്. ഇവിടുത്തെ രംഗമണ്ഡപത്തിൽ 56 സംഗീത തൂണുകളുണ്ട്. ഈ തൂണുകൾ സരിഗമ തൂണുകൾ എന്നും അറിയപ്പെടുന്നുണ്ട്. ഈ തൂണുകൾ മെല്ലെ തട്ടിയാൽ സംഗീത സ്വരങ്ങൾ കേൾക്കാം എന്നാണ് പറയുന്നത്. നമ്മൾ വന്ന സമയത്ത് അവിടെ വർക്ക് നടക്കായിരുന്നു. അതുകൊണ്ട് നമുക്ക് നോക്കാനായിട്ട് സാധിച്ചില്ല. മ്യൂസിക്കൽ പില്ലേഴ്സ് കണ്ടു, പക്ഷേ തൊട്ടു നോക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ ബാറ്ററി കാർ വന്നിട്ടുണ്ട്. അങ്ങനെ വിറ്റല ടെമ്പിളിലെയും കാഴ്ചകൾ കണ്ട് നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ്. ഒരുപാട് കാഴ്ചകൾ ഇവിടെ കാണാനും മനസ്സിലാക്കാനും ഉണ്ട്. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ നമുക്ക് ഹംപി മുഴുവൻ കണ്ടു തീർക്കാൻ കഴിയില്ല. ആനന്ദ മൂവിയിൽ പറയുന്ന പോലെ ഹംപി ഒരാൾ കാണിച്ചു തരേണ്ട സ്ഥലമല്ല, നമ്മൾ സ്വയം കണ്ടുപിടിക്കേണ്ട സ്ഥലമാണ്. ഇറ്റ്സ് എൻ എക്സ്പ്ലോറേഴ്സ് പാരഡൈസ്. ഇവിടെ വരുന്ന സമയത്ത് നമുക്കത് മനസ്സിലാകും. നമ്മുടെ ഹംപിയിലെ ഡേ 1 ഇവിടെ കഴിയാനായിട്ട് പോവാണ്. ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് ലൊക്കേഷൻ മാതങ്ക ഹിൽ. മാതങ്ക ഹില്ലിലേക്ക് സൺസെറ്റ് കാണാനായിട്ട് പോവാണ്. മാതങ്ക ഹില്ലിന് താഴെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമുക്കിനി മുകളിലേക്ക് കയറണം. ചെറിയൊരു ട്രെക്കിംഗ് ആണ്. നമ്മളിതാ കയറിക്കൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിച്ചു പാട്ടോ, നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് പോലെയാ. ഓ അടിപൊളി. ഇതൊക്കെ കാണുമ്പോൾ അത് ഓർമ്മ വരുന്നടാ. അതുപോലത്തെ ഗുഹ.
എനിക്ക് ട്രെക്കിംഗ് ചെയ്ത് മുകളിലേക്ക് പോകുന്ന സമയത്ത് മഞ്ഞുമൽ ബോയ്സ് ആണ് കേട്ടോ ഓർമ്മ വന്നത്. ഫുൾ പാറക്കല്ലുകളും ഗുഹകളുമാണ്, പിന്നെ കാല് സ്ലിപ്പ് ആവുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ശ്രദ്ധിച്ചാണ് നമ്മൾ മുകളിലേക്ക് കയറുന്നത്. കണ്ടില്ലേ, ഇതുപോലെയുള്ള പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെയാണ് നമ്മൾ ട്രെക്കിംഗ് ചെയ്ത് മുകളിലേക്ക് കയറുന്നത്. നമ്മൾ താഴെ നിന്ന് ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയം മുതൽ ഇവനും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. നമുക്ക് വഴികാട്ടിയായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. മുകളിലേക്ക് കയറുമ്പോൾ കാണുന്ന കാഴ്ചകളാണിത്. ഒരു സൈഡിൽ മൊത്തം അടുക്കി വെച്ചതുപോലെയുള്ള പാറക്കൂട്ടങ്ങളാണ്. വലുതും ചെറുതുമായിട്ട് പല വലിപ്പത്തിലുള്ള പാറകളാണ്. ദൂരെ വിരൂപാക്ഷ ടെമ്പിളും അതിനടുത്തുള്ള സ്ഥലങ്ങളും നമുക്ക് കാണാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാകും, ഹംപി ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ്. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഇവിടെ വരുന്നവർക്ക് വേണ്ടി ഒരുപാട് അത്ഭുതങ്ങളാണ് ഹംപി സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. നമ്മളിങ്ങനെ കയറി വരുന്ന സമയത്ത് വേ ടു ഹിൽ എന്ന് എഴുതിയിട്ടുണ്ട്. അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. ചില സ്ഥലങ്ങളിലൊക്കെ വഴി കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നും. നമ്മൾ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് വഴി തെറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവസാനം ഇവിടെ തന്നെ എത്തി. ഇനിയും മുകളിൽ എത്തിയിട്ടില്ല, കുറച്ചുകൂടെ കയറാനുണ്ട്. മുകളിൽ കാണുന്നില്ലേ, അവിടെയാണ് നമുക്ക് എത്തേണ്ടത്. നമ്മുടെ മുന്നേ വന്നവരാണ് കയറി പോകുന്നത്. അവർ ഏകദേശം അവിടെ എത്തിയിട്ടുണ്ട്. ഇതൊരു കേവ് ആണ്. ട്രെക്കിംഗ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ അതിനകത്തേക്ക് പോകുന്നില്ല, സൺസെറ്റ് ആകാറായിട്ടുണ്ട്. അപ്പോൾ വേഗം തന്നെ മുകളിലേക്ക് കയറാണ്. ഫൈനലി നമ്മൾ ടോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ട്, വീരഭദ്ര ടെമ്പിൾ. അതിൻ്റെ ഒരു ഭാഗമാണിത്. അകത്തേക്ക് കയറി നോക്കാം. ഒരുപാട് പില്ലേഴ്സ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ മുന്നേ വന്നവർ കല്ലുകളൊക്കെ അടുക്കി വെച്ചത് കാണാം. സൺസെറ്റ് ആവാറായിട്ടുണ്ട്. ഗോൾഡൻ ലൈറ്റ് ഇങ്ങനെ വരുന്നുണ്ട്. ടെമ്പിളിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് നോക്കുമ്പോഴുള്ള ഒരു വ്യൂ ആണിത്. ഈ ഒരു മാത്തങ്ക ഹില്ലിന് താഴേക്ക് നോക്കുന്ന സമയത്ത് ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇവിടെ നിന്നുള്ള ഒരു വ്യൂ ശരിക്കും അടിപൊളിയാണ് കേട്ടോ. സൺസെറ്റ് ആയിട്ടുണ്ട്. ഒരുപാട് പേര് സൺസെറ്റ് കാണാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഹംപിയിലെ സൂര്യോദയങ്ങളും സൂര്യാസ്തമയങ്ങളും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരുപാട് ഫോട്ടോസൊക്കെ കണ്ടിരുന്നു. ഇന്നത് നേരിട്ട് കാണാനും കഴിഞ്ഞു. സൺസെറ്റ് ആൻഡ് സൺറൈസ് കാണാൻ പറ്റുന്ന സ്ഥലമാണ് മാത്തങ്ക ഹിൽ. ഹംപിയിൽ വരുന്നവർ മാത്തങ്ക ഹില്ലിലെ സൺസെറ്റ് അല്ലെങ്കിൽ സൺറൈസ് മിസ് ചെയ്യരുത്. ഇവിടേക്ക് ട്രെക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിലും ഇവിടെ എത്തിക്കഴിഞ്ഞാലുള്ള ആ ഒരു വ്യൂ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നല്ലൊരു സൺസെറ്റും കണ്ടു. ഹംപിയിലെ ആദ്യത്തെ ദിവസം കഴിയാറായി. നല്ലൊരു ദിവസമായിരുന്നു ഇന്ന്. ഓഫ് സീസൺ ആണെങ്കിലും ഒരുപാട് പേര് ഹംപിയിൽ വന്നിട്ടുണ്ട്. നമ്മൾ പോയ ഓരോ സ്ഥലങ്ങളിലും അത്യാവശ്യം ആളുകളുണ്ടായിരുന്നു. സൺസെറ്റ് ഒക്കെ കണ്ടു. റൂമിൽ വന്നു ഒന്ന് ഫ്രഷപ്പ് ആയ ശേഷം നമ്മളിപ്പോൾ ഹംപി മാർക്കറ്റിൽ വന്നിരിക്കുകയാണ്. നമ്മുടെ റൂമിൽ നിന്ന് നടക്കാനുള്ള ദൂരമാണ് ഇങ്ങോട്ടേക്കുള്ളത്. റോഡിൻ്റെ രണ്ട് സൈഡിലും ഒരുപാട് കുട്ടി കുട്ടി കടകളുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മളിന്ന് ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്തു. അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഹംപിയെക്കുറിച്ച് നമുക്ക് ഒരു വീഡിയോയിലോ രണ്ട് വീഡിയോയിലോ ഒന്നും പറഞ്ഞു തീർക്കാനാകില്ല. നമ്മൾ നേരിട്ട് വന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഹംപി. ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, ഇറ്റ്സ് എൻ എക്സ്പ്ലോറേഴ്സ് പാരഡൈസ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതിൽ വിട്ടുപോയ കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിക്കാൻ മറക്കണ്ട. ഹംപിയുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.